ചക്കിക്ക് എന്താ പറ്റിയത്? മലയാളം തിരിയുമോ? தெரியும் சார். ആ കൊഞ്ചം തിരിയും. അത് മതി, നമുക്ക് മനസ്സിലായാൽ മതിയല്ലോ. சரிங்க சார். മൂന്നാറിൽ നിന്ന് നമ്മൾ ആൺവേട് എല്ലപ്പ് സ്കൂളിലാണ് കൊച്ചി പഠിക്കുന്നത്. അപ്പോൾ അവിടെ ആൺവേട് കളിച്ചിട്ട് ഒരു ആന ചവിട്ടുന്ന സമയം കറക്റ്റാக 9:40 സാർ. നല്ല ടേണിങ്ങിൽ പോകുമ്പോൾ ആന കറക്റ്റായിട്ട് എതുക്കെ വന്നു. വണ്ടി നിർത്തിയപ്പോൾ ആന പെട്ടെന്ന് വന്ന് ഫ്രണ്ട് കൈ വെച്ച് മുകളിൽ ഓട്ടോവെ താള അമിക്കിയതാണ്. അമിക്കിയ ശേഷം ഡ്രൈവർ താള വീഴുന്നപ്പോൾ ഡ്രൈവർ ആ കൈയും കൊണ്ട് അങ്ങോട്ട് ഇളുത്തുകൊണ്ട് പോയതാണ്. ആണ് ഇളുത്തിട്ട് 4 കാൽക്കും സെൻറ്ററിൽ ഇട്ടിട്ട് ആ കാല് വെച്ച് തട്ടി കൊണ്ടുപോവുക ഡ്രൈവറെ. ആ സമയമേ ഡ്രൈവർ മരിച്ചുപോയി. പിന്നെ വീണ്ടും ആന വണ്ടിയുടെ തൊട്ടടുത്ത് വന്നിട്ട് ഇങ്ങനെ മുകളിലെ കൈ വെച്ചതാണ്. താർപ്പ പൊട്ടിപ്പോയി ഓട്ടോയ്ക്ക്. അപ്പം ഞാൻ അതുവഴി കമ്പി വഴി അതിൽ ചാടി പോകണമെന്ന് ഇരുന്നതാണ്. പുറത്ത് ഇറങ്ങുമ്പോൾ കറക്റ്റായി ഇങ്ങനെ കൊമ്പക്ക് സെൻറ്ററിൽ എൻ്റെ തലയാണ്. പിന്നെ ആനയുടെ കാത് റൈറ്റ് സൈഡിലുള്ള കാത് എൻ്റെ തലയ്ക്ക് മുകളിൽ കിടപ്പുണ്ട്. എൻ്റെ മോളും എൻ്റെ വൈഫും വണ്ടിക്കകത്ത് താഴെ കിടപ്പുണ്ട്. വണ്ടിക്ക് താഴെ കിടപ്പുണ്ട്. പിന്നെ അത് കളഞ്ഞിട്ട് കുറച്ച് മുമ്പ് ഡ്രൈവറെ വീണ്ടും പോയി അവിടെ നിന്ന് പുറത്തെടുത്തു. എടുക്കുന്ന സമയത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ചാടിയിട്ട് അവിടെ തേയിലത്തോട്ടർക്ക് അടിയിൽ ഞാൻ പോയപ്പോൾ പിന്നെ വീണ്ടും ഇങ്ങോട്ട് വണ്ടിയുടെ തൊട്ടടുത്ത് വന്നതാണ്. എൻ്റെ മോളും വീണ്ടും വന്നു സാർ. വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഡ്രൈവറെ നോക്കി അങ്ങോട്ട് പോവുക. ഞാൻ ഇറങ്ങി ഓടി സാർ. ആന അവർ ഇരിക്കുന്ന സ്ഥലത്തിൽ ആന വരുക. ഞാൻ ഇവിടെ താഴെ വീണ് കിടക്കുക. വീഴുന്നപ്പോൾ ഈ 2 പല്ലും കൂടി എനിക്ക് പോയി സാറേ. പോയപ്പോൾ പിന്നെ പെട്ടെന്ന് എന്തിച്ച് ഞാൻ ഓടിയിട്ട് തിരിച്ച് വരുമ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ മോളും വൈഫും അവിടെ ഇല്ല. രണ്ടുപേരും ഇല്ല. മൂന്നാറിലെന്ന് ഒരു ജീപ്പ് അവിടെ ഓട്ടം പോയിട്ട് വന്ന ജീപ്പ് വന്നിട്ട് ജീപ്പുകാർ മുകളിൽ വരുമ്പോൾ വണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് അവർ ഇറങ്ങി വണ്ടി തൊട്ടടുത്ത് പോകുമ്പോൾ എൻ്റെ മോള് വന്നിട്ട് വിളിച്ചു, അങ്കിൾ ഞങ്ങൾ ഇപ്പോൾ ആണെങ്ങനെ ആക്കി നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ എൻ്റെ മോള് പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി ഇവർ വണ്ടിക്കകത്ത് കയറ്റിട്ട് ഡ്രൈവറും കൂടി കയറ്റി പുറയിൽ വെച്ചു. ഡ്രൈവർ അവിടെ വെച്ച് മരിച്ചുപോയി. പുറയിൽ വെച്ചിട്ട് ഇവർ നേരെ മൂന്നാർ ടാറ്റാടെ ഹോസ്പിറ്റലിലേക്ക് വന്നു സാറേ. മൂന്നാറിൽ അങ്ങനെ പതിവായിട്ട് ഇങ്ങനെയുള്ള ആക്രമണം ഉണ്ടാകുന്നുണ്ടോ? അതൊക്കെ ആരെങ്കിലും ശല്യം ചെയ്താൽ കറക്റ്റ് അത് ചെയ്യും സാർ. മൊബൈലിൽ പടം എടുക്കാനും ഒക്കെ ശല്യം ചെയ്യാതിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല സാർ. ശല്യം ചെയ്യാതിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.